അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അനാവശ്യങ്ങൾ എന്നെക്കുറിച്ചിട്ട് പറഞ്ഞുണ്ടാക്കുന്നത്. ഇന്നലെ ഷെഫീനാര ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നാക്കിന് ഹുങ്കുണ്ടെങ്കിൽ അത് അവിടെ വെച്ചേക്കുക. എനിക്ക് നിൻ്റെ വീട്ടിൽ വരേണ്ട കാര്യമില്ല. നീ എൻ്റെ വീട്ടിലാണ് വന്ന് ഇരന്ന് ചായ റമദാന് കുടിച്ചിട്ട് എൻ്റെ കുട്ടിക്കിൻ്റെ കയ്യിൽ പൊടിക്കാരെ കയ്യിൽ 500 രൂപയും വെച്ച് കൊടുത്ത. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ മോനെ മേടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് കാറിൽ കയറി ആ ഷെഫീനാരെ മടിയിൽ വെച്ച് കൊടുത്തതാണ്. അപ്പോഴും അവർ മേടിച്ചിട്ടില്ല. പിന്നെ എന്നെ നാലാലിന്ന് വിളിച്ചത് എന്തുകൊണ്ട്? നീ ഒരുപാട് വീഡിയോ എന്നെക്കുറിച്ച് ചെയ്തു. 1 വർഷത്തിന് മുമ്പ് നീ ചെയ്തു, ബാക്കി ചെയ്തു. നീ ഇവിടെ കടയിൽ അവിടെ വന്ന് നിന്നിട്ട് എനിക്ക് 1 ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. എൻ്റെ മക്കൾ അന്ന് ഞാൻ വാടക വീട്ടിൽ കിടന്ന് ഈ വീട്ടിലോട്ട് കയറിയ സമയം എന്നിട്ട് മക്കളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ഇത്രയും നിനക്കൊക്കെ ദണ്ണമാണെങ്കിൽ 11 വയസ്സായിടി മസ്റൂറാക്ക്. ഇളയതിന് 2ാമത്തേന് 8 വയസ്സായിടി, 3ാമത്തേന് ആരും അവകാശമില്ലെന്ന് പറയാം. നീയൊക്കെ ചെലവിനത്തി മേടിച്ചതാ. നീയൊക്കെ കിടന്ന് അവന്മാരെ രഹസ്യമായിട്ട് വിളിക്കുന്നുണ്ടല്ലോ, ചെലവിന് മേടിച്ചതാ. സനോഫറിന് ഇങ്ങനൊരു മോൻ ഇല്ലാന്ന് അവൻ കോടതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മോനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഒരു ചിലവും നമുക്ക് വേണ്ട, കൊച്ചിന് അവകാശം പറഞ്ഞ് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സനോഫർ എനിക്ക് ശേഷം 2 വിവാഹം കഴിച്ചു, അത് പോട്ടെ, ആ ചാപ്റ്റർ അവിടെ നിന്നു. പിന്നെ റഹീം വേറൊരു പെണ്ണിൻ്റെ കൂടെയാണ് കഴിയുന്നത്. മസ്റൂറ മോളിൽ അവനിക്ക് യാതൊരു അവകാശമില്ല. അവൻ മുഴുകുടിയനാണ്. അപ്പം മുഴു കുടിച്ചുകൊണ്ടാണ് തൊലാക്കിയത്. നിനക്കൊക്കെ വല്ലതും ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ ഒന്ന് നഷ്ടപരിഹാരം മേടിച്ചാടി ഷെഫീന. നീ നാലാലി എന്നൊക്കെ വെച്ച് എന്നെ ഫോട്ടോയെക്കാനും എടി, ഒരു മനുഷ്യനെ അവൻ്റെ വീഡിയോ കാണാൻ പറയും എത്രത്തും പൈശാചികമാണ് എന്ന്. നീ എൻ്റെ കൊച്ചിനെ എൻ്റെ ലൈവിൽ കയറി, നിങ്ങളെ ബേക്കിന്ന് ആരെ ബേക്കിന്ന് ഞാൻ വരുന്നില്ല, നീ എൻ്റെ കൊച്ചിനെ കയറി ഹറാം പറഞ്ഞ കുട്ടിയെന്ന് പറഞ്ഞു. മസ്റൂറ മോള നീ പറഞ്ഞു. ബാക്കി അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിനക്കും നിൻ്റെ വീട്ടിൽ നിൻ്റെ മോനും ഇരിപ്പുണ്ട്. നീ എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഉമ്മ മറ്റത് പറഞ്ഞു എന്ന് പറഞ്ഞ് എൻ്റെ ഉമ്മയെ ആര് വിളിച്ചു? എൻ്റെ ഉമ്മാക്ക് ഒന്നും അറിഞ്ഞൂടാത്ത, ഫോണിൻ്റെ ഒരു സെറ്റിങ്സ് പോലും അറിഞ്ഞൂടാത്ത എൻ്റെ ഉമ്മയെ മാമി എന്ന് പറഞ്ഞ് ആര് വിളിച്ചു? മരുമോള് വിളിച്ച എൻ്റെ ഉമ്മ അത് തിരുത്തി. ഇന്നലെ എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തിരുത്തി പറയാൻ ഞാൻ തയ്യാറാണ്, അവളെ നമ്പറിഞ്ഞെടുന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എന്തായാലും പബ്ലിക്കിൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്താലും ആ വീഡിയോസ് പലരേലും കിടപ്പുണ്ട്. ബാപ്പാരേൽ പറഞ്ഞേച്ചു. എൻ്റെ ഉമ്മയും ബാപ്പയും ഇനി എൻ്റെ ഉമ്മ എത്ര ഇനി പറഞ്ഞാലും, എന്നെ മോളല്ലെന്ന് പറഞ്ഞാലും, എൻ്റെ ഉമ്മാരുടെയും ബാപ്പാരുടെയും എന്നെ ഇനി എത്ര ഇനി വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞാലും എനിക്ക് അവരുടെ 2 കടപ്പാടാണ്. ഞാൻ ഇന്ന് നോക്കിയില്ലെങ്കിലും എൻ്റെ ആൺകുട്ടികൾ 2 നോക്കും, എൻ്റെ പെൺകുഞ്ഞും നോക്കും. ഞാൻ മസ്റൂറടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉമ്മച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ ഷാഹിദാമ്മയും ഉപ്പച്ചിയും ആണ് നിങ്ങളെ എല്ലാം, നിങ്ങൾക്കുള്ളതെല്ലാം അവർ നോക്കിക്കോളും. ഉപ്പ വയ്യാതിരിക്കുകയാണ്. ഒരു പെണ്ണിനെ സമൂഹത്തിലിട്ട് ഇത്രടി ഒരു ഉത്തൻ്റെയും ബേക്കിന്ന് പോയിട്ടില്ല. നീ ഇന്നലെ പറഞ്ഞു നിൻ്റെ ഡ്രൈവർ ആ മണുകുണാഞ്ചൈ മാസ്ക് വെച്ച് കിടക്കണ ആണും പെണ്ണും കെട്ട നിൻ്റെ വെപ്പാട്ടി ഡ്രൈവർ ആണ് എൻ്റെ കൊച്ചിൻ്റെ തന്തേ ഷാജി ഏട്ടനാ. നിൻ്റെ ഏട്ടൻ എനിക്ക് എങ്ങനെയടി ഇതാവണത്? നിന്നെ പോലെ മറ്റതിലല്ല ഞാൻ നടക്കണത്. വർഗീയത അല്ല, നീ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതൊന്നും വർഗീയതയെന്നൊന്നും പറയാൻ പറ്റൂല. നീ എൻ്റെ ന്യൂനതകളെല്ലാം, എൻ്റെ കൊച്ചുങ്ങളെ നീ 3നെയും പിടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ മോൻ ഇതേ അവസ്ഥയിൽ നിന്നെക്കാട്ടും കെട്ടാതിരിക്കണേന്ന്. നീ എൻ്റെ കൊച്ചുങ്ങളെ എൻ്റെ ലൈവിൽ കയറി പറഞ്ഞത് കൊണ്ടാണ് 100 തവണ നീ ഹറാം പറഞ്ഞതെന്നൊന്നും പറഞ്ഞാൽ ആരും ഇതാക്കൂല. ഇടി എല്ലാം ഹലാലി പറഞ്ഞ തന്നെയടി. നിന്നെ പോലെ ഹറാം പറഞ്ഞ് നടക്കുകയല്ല, മതം പൊട്ടി നടക്കുകയല്ല കണ്ട പോലീസ് സ്റ്റേഷൻ തോറും. നമുക്കൊക്കെ അതിനൊക്കെ ഒരു ഇതുണ്ട്. പോലീസ് വിളിച്ചാലും നമ്മൾ കാര്യം എന്തായിരുന്നു തിരക്ക്. നിനക്ക് പാതിരാത്രി എന്നില്ല, 12 മണിയെന്നില്ല, 1 മണിയെന്നില്ല. നീ ഇങ്ങനെ നടക്കണങ്ങ് അതും പൊട്ടി ഒരു കോണാനെങ്കിലും എടുത്ത് പിറത്തിടടി. വർഗീയത നിനക്ക് എല്ലാവരെയും അങ്ങ് പറയാം യൂട്യൂബിൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട്. നിനക്ക് നാവിന് തന്നിട്ടുണ്ട്. നീ ജന്മന ബാക്കിയൊന്നും അല്ലല്ല, ഞാൻ നിന്നെ കണ്ടതാണെന്ന് നീ നടക്കുന്നത്. പിന്നെ എനിക്ക് രായ്മയെടുത്ത് പറയാം, നീയൊക്കെ എല്ലാം കൂടെ കാണിക്കുന്ന ഈ കോപ്രായം. പിന്നെ ഏത് ഈ കൊച്ചിൻ്റെ തന്ത ഏത് ഷാജിയേട്ടായി? നിൻ്റെ ചെപ്പടിച്ച് ഞാൻ കലക്കോടി ഷെഫീന. ഷാജിയേട്ടായി വാഴക്ക ചേട്ടായി ഷാൻ തന്നെയാണ്. ഷാൻ വന്നിട്ട് പറയും എല്ലാ കാര്യങ്ങളും. പൂന്തുറ വന്നിട്ട് പറഞ്ഞതാണ്. ഒന്നും കൂടെ നമ്മൾ പൂന്തുറ വരുന്നുണ്ട്. ഇത്ര കാര്യത്തിൽ നജിലാര കാര്യത്തിൽ നീയൊക്കെ ഒരു കാര്യം ചെയ്യ്. എനിക്ക് ആരെന്ത് തന്നാലും അല്ലെങ്കിൽ എന്ത് തന്നില്ലെങ്കിലും നിനക്കൊക്കെ എന്താണ് പ്രശ്നം? ഈ രായമ്മ തുടങ്ങിയതേ എൻ്റെ കണ്ടന്റാണ് വീഡിയോ ചെയ്യുന്നത്. എടീ നിനക്ക് കൊച്ചിനെ പറഞ്ഞിട്ട് അല്ല, നീ കൊച്ചുങ്ങൾക്ക് ചെലവിന് മേടിച്ചതാ. ഞാൻ കൊടുക്കാൻ തയ്യാറ് തന്നെയാണ്. റഹീമിനാണെങ്കിലും അവനിക്കാണെങ്കിലും ഇവനിക്കാണെങ്കിലും. നീ റഹീമിനെ വിളിച്ച് രഹസ്യമായിട്ട് ഉണ്ടാക്കുന്നല്ല നിന്റെ കള്ളക്കാമുകരാവായി. മസ്റൂറമൊക്കെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ കൊച്ചുങ്ങളെ പബ്ലിക്കിലിട്ട് വലിച്ചഴയ്ക്കാൻ പറ്റൂല. അവളൊക്കെ ടോപ്പ് ലെവലിൽ പഠിക്കുന്ന കുട്ടിയാണ്.
വേണ്ടെന്ന് പറഞ്ഞല്ലോ. റഹീമിനെ അവൾ കണ്ടിട്ട് പോലുമില്ല. നേരെ ഫോട്ടോയിലാണ് കാണുന്നത്. അവളെ 40 വയസ്സിൽ അവൻ പോയി അവിടെ ചെന്ന് ഗൾഫിൽ ചെന്ന് കുടിച്ചുകൊണ്ട് തൊലാക്കി എല്ലിയതാണ്. അവൻ കാണുന്നതും വളരുന്നതും യൂട്യൂബ് വഴിയാണ് കാണുന്നത്. എന്തൊരു വാപ്പ! 11 വയസ്സുള്ള പെങ്കൊച്ചിന് ഇനി പെങ്കൊച്ചിന് സംരക്ഷണം കിട്ടേണ്ടിയുള്ള സമയമാണ്. ഞാൻ മതം പൊട്ടിയല്ലേ നടക്കുന്നത്. ഷാന അന്നൊരു വെള്ളം ഒഴിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാപ്പയായിട്ട് അംഗീകരിച്ച ആ കാര്യങ്ങളെല്ലാം ഷംസും ഷാനുമാണ് ചെയ്തിട്ടുള്ളത്. ഒരു കൊച്ചിൻ്റെ ഒരു ബർത്ത്ഡേ വന്നാൽ പോലും ഒരു കേക്ക് മേടിച്ച് മുറിക്കാനുള്ള അവകാശവും അധികാരവും നിന്നിലില്ലായിരുന്നു. ഒരു 400 രൂപ ഒരു കേക്ക് പോലും. അറിയാമോ? കുട്ടികൾ കീറിയതും പറഞ്ഞതും അന്നട ഇട്ടുകൊണ്ട് നടന്നത്. ഒരു മഴ പിടിച്ച സമയത്ത് നിനക്കറിയാമോ, ഇപ്പോഴല്ല വാടക വീട്ടിൽ മഴ പിടിച്ച സമയത്തെ ഒരു ഉടുക്ക തുണിയില്ലാതെ നിന്നിട്ടുണ്ടടാ മക്കൾ വീടിനകത്ത് പൂട്ടി. കാരണം തുണി ഉണങ്ങൊക്കെ ഇല്ല. മോൾക്ക് അലർജി പ്രശ്നമുണ്ട്. നിന്റെ എല്ലാ കുരുവും ഈ മോൾക്ക് തുമ്മലും അലർജിയൊക്കെ ഉണ്ട്. കൺകുരു, ഹാർട്ടിന് ഹോള്, ഇതെല്ലാം ഞാൻ കൊണ്ടുവരണം. അൽഹംദുലില്ലാ ഇന്ന് അവൾ എനിക്കൊരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു മോളാണ്. അപ്പം ഞാൻ മക്കളെ പിടിച്ചിടരുതെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെപ്പീനായും എടി നിനക്കൊക്കെ മക്കളുള്ള ഷെബീനൊക്കെ പെണ്ണില്ലെന്ന് പറയാം. എടി നിനക്ക് 6 ഉള്ളതല്ലേ എടി, 3 ഇല്ലേ? നിന്റെ തലയ്ക്കൊപ്പം എത്തിയില്ലേടി? നീ കൊച്ചുങ്ങളെ പിടിച്ചിടരുതെന്ന് ഞാൻ ഹറാം പറഞ്ഞതിലൊന്നും ഉള്ളതല്ല. നിന്നെയൊക്കെ പോലെ ഹലാലിലുണ്ടായത് തന്നെ, മേത്തന്മാർക്കുണ്ടായത് തന്നെയല്ല. പിന്നെ ഒരു ഉമ്മ വാപ്പ മക്കളായിട്ട് ഞാൻ വളർത്തിയതാണ്. ഇവിടെ ഉള്ള കുറേ പിശാജിൻ്റെ ഫറദായിട്ട പിശാജിൻ്റെ ജന്മത്തിലുള്ള ഈ പിന്നോട്ടുള്ള കുറേ സ്ത്രീകൾ ആണെടി നിനക്ക് ഇതിലൂടെ പറഞ്ഞത് ഞാൻ 3 കെട്ടിയിട്ടുണ്ട് 2 കെട്ടിയിട്ടുണ്ടെന്ന്. അറിയാമോ? ഒരു പെണ്ണ്, എനിക്ക് ഈ ദുനിയാവ് എന്തായാലും നരകം തന്നെയാണ്. എനിക്ക് ഖബറിലൊരു കുഞ്ഞുണ്ട് എന്നെ കാത്തു നിൽക്കാൻ. ഞാൻ ഇന്നും എൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളു. എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറയും, ഡോക്ടറെ ഇതാണ് മൂത്ത്. അപ്പോൾ ഇത്രയും ചെറുതാ മോള്. അപ്പോഴാണ് ഇതിൻ്റെ തലയാണ് 2 മക്കൾ. ഡോക്ടർ പറഞ്ഞു ഇത്രയും ഈ വയസ്സിൽ ഇത്രയും പ്രസവവും 5 മക്കളെ ഉമ്മയാണ് എന്ന് പറയുപോലുമില്ല എന്ന് പറഞ്ഞു. നീയൊക്കെ കാണുന്ന ഒരു വലിയ ഉമ്മച്ചിയല്ല യൂട്യൂബിൽ, ഞാൻ ചെറിയ ഒരാളാണ്. അപ്പം എനിക്ക് ഇത്രയും ബാധ്യതയും പ്രാരാബ്ദമുണ്ട്. ഇപ്പം ഞാൻ ഒരു ഗർഭിണിയാണ്. നിരന്തരം അങ്ങോട്ട് ക്യാമറ ഓണാക്കും, കൊണ എന്നിട്ട് എടി നിനക്ക് ഇത്തിരിയെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ നീ ആ പൂന്തറ സ്റ്റേഷൻ പറയണ കേട്ടനാ. ഇനി അവരെ കുറിച്ച് വീഡിയോ ചെയ്യരുതെന്ന്. എടി ആണുങ്ങൾ പ്രതികരിക്കും. നീ അപ്പം പറയും കുടിച്ചോണ്ടാണ് പറയണത്. ആണുങ്ങൾ പ്രതികരിക്കും. നട്ടല്ലോനാണെങ്കിൽ പ്രതികരിക്കും. നിന്റെ വീട്ടിൽ ഇരിക്കണോ പ്രതികരിക്കാത്ത എന്തെന്നറിയാമോ? നീ ചേന്നാക്കി അവൻ തുമ്മി തറയെ വീണോ ചത്തു പോവും അവൻ. അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ ഇരിക്കണോ. അല്ലെങ്കിൽ പറയണം, ആ നട്ടല്ലുള്ള മീശയുള്ള 6 മക്കളെ തന്തയാണെങ്കിൽ അവൻ പറയണം, എടി നിർത്ത്, എടി മാപ്പിളയ്ക്ക് നീ എന്തൊരു വേല വെച്ചിട്ടുണ്ട്. എനിക്ക് ആ കുടിയിലെ ഒരു പ്രശ്നം അല്ലായിരുന്നെങ്കിൽ ഞാൻ ഷാൻ എന്തെന്നറിയാമോടി. എന്തായാലും റബ്ബിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മാറി കിട്ടും. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എല്ലാവരും കാട്ടിക്കോട് മൂട്ടിക്കോട് എന്ന് പറയാനുണ്ട്. നാട്ടുകാരുണ്ട്, അവരുണ്ട്, അവിടെ കണ്ട് ഇവിടെ കണ്ട് മറ്റെടുത്ത് കണ്ട് മറിച്ചെടുത്ത് കണ്ട്. ആരുണ്ട് എനിക്ക് ഈ പറയുന്നവരാരെങ്കിലും ആണോ ചിലവിന് ഏറണത്? ഈ 4 മക്കളെയും ഒക്കെ 3 മക്കളെയൊക്കെ പോറ്റാനേ നല്ല പാടുണ്ട്. എൻ്റെ മക്കൾ ചിലപ്പം ഒരു നേരത്തെ ആഹാരം തിന്നെ എൻ്റെ വീട്ടുകാരെടുത്ത് കയറി ചെല്ലും. ഞാൻ എൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് നിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നില്ലേ. രണ്ടാമത് പറഞ്ഞത് എനിക്ക് എന്തൊക്കെയുണ്ട് എന്ന്. അതെല്ലാം എൻ്റെ ഉമ്മയ്ക്കും കൂടെ ഉള്ളത് തന്നെ. ഞാൻ ഒന്നും ഉമ്മാരെ കൊടുത്തതൊന്നും ഞാൻ പിടിച്ചൊന്നും പറിച്ചിട്ടില്ല. അത് ഉമ്മയ്ക്ക് തന്നെയാണ്. ഉമ്മ എന്നെ 25 പവനിട്ടാണ് കഷ്ടപ്പെട്ട് കെട്ടിച്ചത്. 25 പവൻ, 2 ലക്ഷം രൂപ അച്ചാരം. അത് പോയി. ആ കാലം എടാ നട്ടലുള്ള റഹീമേ, എടാ മീശയില്ലാത്തവനെ, നീ ആ അച്ചാര പൈസയെങ്കിലും തിരിച്ചു തരാത്തെന്തടാ? നീ നഷ്ടപരിഹാരം തരണ്ട. നീ മസറൂറ മോളെ പറയുന്നല്ലടാ. നീ ആ ഖബറിൽ കിടക്കണ റയ്യാ മോനെ നീ എന്താ കാണാത്തത്? പിന്നെ നിന്റെ പള്ളിയിൽ അടക്കാൻ നീ അന്ന് പറഞ്ഞ നിനക്ക് നാണക്കേട്. നിന്റെ പള്ളിയിൽ അടക്കിയാൽ മയ്യത്ത് വെച്ചിട്ട് പോലും മോന് അസുഖം കൂടിയെന്ന് പറഞ്ഞപ്പോൾ പോലും നീ കുടിച്ചോണ്ട് എന്താ പറഞ്ഞത്? അതിന് കരയാമല്ലോ. ഏതെങ്കിലും ഒരു വാപ്പയാണെങ്കിൽ ആ നേരം ടിക്കറ്റ് എടുത്ത് കയറി വരും. അവൻ പറഞ്ഞെന്തരെന്നറിയാമോ? നിന്റെ വാപ്പ ജമാല് സമ്പാദിച്ചു വെച്ചേക്കണാന്ന്. എന്നൊരു ഓടിച്ച വീടാണ്, വീട് നിറച്ച ആടാണ് ഉമ്മാക്ക്. എന്നിട്ട് നമ്മൾ ആ ഓടിച്ച വീട് കൊടുക്കാമെന്ന് പറഞ്ഞു. മോൻ രക്ഷപ്പെടുമെങ്കിൽ. അതിനുശേഷം കിട്ടിയ പൊന്നു മോളാണ്, ഒത്തുതീർപ്പായതിനു ശേഷം പൊന്നു മോളാണ്, റമദാൻ കിട്ടിയ മോളാണ് ഈ പൊന്നു മോൾ. അത് 1 മാസമേ ജീവിച്ചോളൂ. അപ്പോൾ അവൻ കൗട്ടിലിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട്. അറിയാമോ, എൻ്റെ പ്ലാസൻ്റെ താഴോട്ടായിരുന്നു. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഈ റൈം 40-ന് ഒരുപാട് എന്നെ അടിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് നമ്മൾ ഒത്തുതീർപ്പായി ഒരാഴ്ച നിന്നിട്ട് അവൻ ഗൾഫിൽ കയറിപ്പോയിട്ടാണ് പിന്നെ അവൻ കുടിച്ചുകൊണ്ട് അവൻ്റെ ഉമ്മാരെ വാക്കിയിട്ട് തലാക്കിയില്ലണത്. അറിയാമോ മക്കളെ? അപ്പോൾ ഇപ്പം ഇത് പബ്ലിക്കിൽ ഇത്രയും വന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുറേ ആൾക്കാരും എൻ്റെ കുറേ ബന്ധുക്കളെന്ന് പറയണതും എന്നെ എന്നുവെച്ചാൽ ഒരു പബ്ലിക്കിലൊരു വേശിയായിട്ടങ്ങ് മുദ്ര കുത്തി. എന്ത് തെറ്റ് ചെയ്യുന്നു? ഞാൻ 4 പേരെ സ്നേഹിച്ചിട്ടുണ്ട്. 4-ലുള്ള എൻ്റെ ഭർത്താവിൻ്റെ മക്കളെ തന്നെ. അതായത് ഒരു ഭർത്താവിൻ്റെ കീഴിരിക്കുമ്പോൾ വേറൊരുത്തൻ്റെ കൂടെ പോവുകയല്ല.
എനിക്ക് ഞാൻ സ്നേഹിച്ചവരാ എൻ്റെ കൂടെ ബാപ്പ ആദ്യം വിവാഹം നടത്തി തന്ന്, രണ്ടാമത് വിവാഹം നടത്തി തന്ന്, മൂന്നാമത് ഇങ്ങനെ ഷാംസ് ചോദിച്ചു. എനിക്കതേപോലെ ഫേസ്ബുക്കിൽ ജോലി വേക്കൻസി കിട്ടും. അതിനുശേഷം എൻ്റെ നമ്പറിൽ മെസ്സേജ് ഇട്ടു, ഞാൻ ബ്ലോക്ക് ചെയ്തു, വാപ്പായെ വിളിച്ചു, ഒരു തെറ്റിന് പ്രായച്ചിത്തമെന്ന് പറഞ്ഞ് കെട്ടി അതിങ്ങനെയായി മരിച്ചുപോയി. എന്തായാലും ഇവരാരും വെറും കൈയോടല്ല പോയത്, മക്കളുണ്ട്. ഈ മക്കൾ ആർക്കും അവകാശം ചെന്നിട്ടില്ല, ഓഹരി മേടിക്കാൻ പോയിട്ടില്ല. നിൻ്റെയൊന്നും ഒരു മുതലും വേണ്ട. നീ പറയണോണ്ട് നിൻ്റെ 10 സെൻറ്റ് എൻ്റെ ഉമ്മാരുടെ അടുത്താ വാപ്പാരുടെ അടുത്താ പറഞ്ഞെന്ന്. 10 സെൻറ്റ് നിൻ്റെ ഒരു വാഴയ്ക്ക സെൻറ്റും വേണ്ട. ദേവി ചെയ്തിട്ട് കൊച്ച് 11 വയസ്സായി, നിൻ്റെ ഒരു നിഴൽ പോലും റഹീമിൻ്റെ മുണ്ടൂരി കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലൊക്കെയാണ് നീ പലതവണയും ഞാൻ കണ്ടിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് എൻ്റെ പിറ്റേന്ന് നീ എന്നെ അടിച്ചോനാണ്. എന്നിട്ട് ഞാൻ ഉമ്മാടത്തും മാപ്പാടത്തും പറഞ്ഞ് എനിക്ക് വേണ്ട ഈ ബന്ധം. അന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ആദ്യത്തെ ബന്ധം തീർന്നപ്പോഴത്തേക്ക് എന്നെ എൻ്റെ പപ്പിയമ്മ എന്നെ ചേർത്ത് പിടിച്ച് കുത്തുവാക്ക്. ഒരു വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ സ്ട്രോങ് ആയി. കാരണം ഇനി ഞാൻ സ്ട്രോങ് ആവണം. പിന്നെ വീടെല്ലാവരും കൂടെ എടുത്തുകൂട്ടി വെച്ച് തന്നതാണ്. ഇതിനകത്ത് എൻ്റെ പൈസയുണ്ട്. വീടെടുത്തുകൊണ്ട് ബാക്കിയൊക്കെ പഴയ സാധനങ്ങൾ. ഇതിനകത്തുനിന്ന് ഒരു മൊട്ട് പിന്ന് ഞാൻ നശിപ്പിക്കൂല. ആ ടൈല് ഞാൻ ഒത്തിരി ഭാഗം കട്ട് ചെയ്ത് അത് ശരിയാക്കും. പിന്നെ ഒരു കഥ 2-3 കഥവ് മാറണം. കാരണം ഇതൊക്കെ പഴയ വീട്ടിലെ കഥവുകളാണ്. അതൊക്കെ മാറി അൽഹംദുലില്ലാ മക്കൾക്ക് തന്നെയാണ് ഈ വീടിനെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് എന്നും ബർക്കത്തുള്ളൊരു വീടായിട്ട് കൊണ്ടുപോകും. എൻ്റെ ഫ്രണ്ട് കാണണം, നല്ലൊരു ബർക്കത്തുള്ളൊരു വീടാണ്. ആരെയും തട്ടിച്ചും പറ്റിച്ചും യൂട്യൂബിൽ നിന്നൊന്നും അല്ല. കൂട്ടർ ഒരു കൂട്ടർ 50,000 തന്നു, ഒരു കൂട്ടർ 40,000 തന്നു, ഒരു കൂട്ടർ വാപ്പയില്ലാത്ത മക്കൾക്ക് കൊടുത്തതാണ്. ഒരു വാപ്പ യഥാർത്ഥത്തിൽ അവർക്കൊരു വാപ്പാരവകാശവും സംരക്ഷണം കിട്ടിയത് കുറച്ച് ഷംസിൽ നിന്നും ബാക്കി ഷാനിൽ നിന്നുമാണ്. അറിയാമോ? ഒരു പെൺകുട്ടിയുടെ ആവശ്യം വാപ്പയായിട്ട് എന്ത് നടത്തി കൊടുത്തത് ചെയ്തത് ഷാനാണ്. എവിടെ അവൾ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തത്, അവളെ പുറത്തൊന്ന് കൊണ്ടുപോയത്. അവളൊന്നിന് വാപ്പച്ചി എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ പോയിട്ടുണ്ട്, എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുമോ? അവളെ കൊണ്ടുവന്ന് കാണിച്ചു. അവളെ ബീച്ചിൽ കൊണ്ടുവന്ന് കാണിക്കും. അവൾ അധികം മിണ്ടില്ല. പക്ഷെ അന്നാ കുടിച്ചു നിൽക്കുന്ന ഒരാളെടുത്ത് നമുക്ക് എത്ര ഇതായാലും അമിതമായിട്ട് കുടിച്ചു നിൽക്കുന്ന ഒരാളിനെ അപ്പോഴും നമ്മൾ വയലൻ്റ് ആക്കുക, അല്ലെങ്കിൽ നിന്നാൽ വയലൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തിലാണ് വിഷയം വന്നത്. അത് കുറച്ച് ഷാനും പഠിച്ചല്ലോ, കുടുംബമില്ലാന്ന്. ഇപ്പം എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. നല്ലത് നശിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പകൽമാന്യന്മാരെല്ലാവരും ഒരു സമയത്ത് ആഭാസന്മാരായിരുന്നു, ഒരു സമയത്ത് മുഴുകൂടിയിരുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് ഈ 4 ചുവരുകളും ഞാനും എൻ്റെ മക്കളും ആകെ കാണുന്നത് ഒരു ഉപ്പച്ചി ഷാഹിദാമ്മായി. കഷ്ടം. മോളെപ്പോഴും പറയും ഉപ്പച്ചി ഷാഹിദാമ്മായും അമ്മക്ക് വേണം, ഉമ്മ വേണം. എനിക്ക് വേറെ ആരും വേണ്ട, സഹോദരങ്ങൾ വേണ്ട, വേറെ ആരും വേണ്ട. എൻ്റെ ബാപ്പയും ഉമ്മയും എന്നും നന്നായിട്ടിരിക്കണ കാണണം. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അവളുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നീ എൻ്റെ മോളെ പറഞ്ഞു, ഒരു തള്ളയും പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ മോനും നിന്നെ കെട്ടാതെ ഇങ്ങനെ ഇരിക്കണം എന്താ പറയുമ്പോൾ, നീ ചെയ്യുന്ന ഈ ദുനിയാവിൽ ചെയ്യുന്ന എത്തീം മക്കളോടും വാപ്പയില്ലാത്തയും ഇതേപോലുള്ള സ്ത്രീകളോടും നീ ചെയ്യുന്ന ദ്രോഹം ഈ ദുനിയാവിൽ അനുഭവിച്ചിട്ടേ പോകും. ഒത്തു മരിച്ചില്ലെങ്കിൽ കാണാടി. അത്രയ്ക്ക് മനസ്സിൽ തട്ടിയാണ് പറയണത്. അസ്സലാമു അലൈക്കും.